നമസ്കാരം. +1 പരീക്ഷയുടെ സ്കൂൾ വൈസ് റിസൾട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി റിസൾട്ട് എക്സ്പ്ലോറർ എന്ന പേരിൽ തയ്യാറാക്കിയ ഗൂഗിൾ ഷീറ്റ് അത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബ്ലോഗിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക ആദ്യം. അതിനുശേഷം അതിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ ഷീറ്റ് ഓപ്പണായി വരും. ഈ ഗൂഗിൾ ഷീറ്റിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റുക. അതിന് ഫയൽ മെനുവിൽ പോവുക, മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വേണമെങ്കിൽ ഫയൽ നെയിം മാറ്റി കൊടുക്കാം. മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് HSC പോർട്ടലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്കൂൾ വൈസ് റിസൾട്ട് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഫസ്റ്റ് രജിസ്റ്റർ നമ്പർ, ഗ്രൂപ്പ്, നെയിം എന്നീ ഓർഡറിലാണ് ഈ ഗൂഗിൾ ഷീറ്റിൽ കൊടുത്തിട്ടുള്ളത്. HSC പോർട്ടലിൽ CSV ഫയലിൽ ഈ ഓർഡറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി CSV ഫയലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കോപ്പി ചെയ്യാണ്. നമുക്ക് രജിസ്റ്റർ നമ്പർ മുതലുള്ളതാണ് കോപ്പി ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ, ഗ്രൂപ്പ്, നെയിം ഈ ഓർഡറിലാണ് വേണ്ടത്. നമ്മൾ സൈറ്റിൽ നിന്ന് നേരിട്ട് കോപ്പി ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഓർഡറിലാക്കിയിട്ട് വേണം, ഒരു എക്സലിൽ പേസ്റ്റ് ചെയ്ത ശേഷം ഈ ഓർഡറിലാക്കിയിട്ട് വേണം നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ CSV ഫയലിൽ നിന്ന് ഈ ഡാറ്റ കോപ്പി ചെയ്യാണ്. ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, റൈറ്റ് ആരോ. ഇത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും സെലക്ട് ആയിട്ടുണ്ട്. ഇനി അത് കോപ്പി ചെയ്യാണ്. ഗൂഗിൾ ഷീറ്റിൽ വന്നിട്ട് ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡിങ്ങിന് താഴെയുള്ള തൊട്ട് താഴെയുള്ള സെല്ലിൽ, എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് V, വാല്യൂസ് മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി സൈറ്റിൽ നിന്ന് നേരിട്ട് കോപ്പി ചെയ്യുകയാണെങ്കിലും ഈ ഓർഡറിലാക്കിയിട്ട് വേണം ഇതിൽ പേസ്റ്റ് ചെയ്യണം. അതാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ, ഗ്രൂപ്പ്, നെയിം ആ ഒരു കോളങ്ങൾ ആ ഓർഡറിൽ തന്നെ അല്ല എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യണം. ഇത്രയും ചെയ്താൽ തന്നെ ഇനി മറ്റു ഷീറ്റുകൾ നമുക്ക് എടുത്തു നോക്കാം. അതിൽ ആദ്യം സമ്മറി എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സ് വൈസ് റിസൾട്ട് നമുക്ക് പെർസെൻറ്റേജും A+ഉം എല്ലാം കിട്ടും. അതുപോലെ ക്ലാസ് വൈസും കിട്ടും. ക്ലാസ് വൈസ് ഓരോ കോമ്പിനേഷൻ വൈസാണ് ഇങ്ങനെ കാണുക. നമുക്കതിനെ ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ A+ കുട്ടികളുടെ ലിസ്റ്റ്, അവരുടെ മാർക്ക്, ടോട്ടല്, പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജിൻ്റെ ഓർഡറിൽ കാണാം. അതുപോലെ 5 A+ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ്, അതിൽ A+ കിട്ടാത്ത സബ്ജക്റ്റ് ഏതാണ്, അതിൻ്റെ മാർക്ക് എത്രയാണെന്നുള്ളത് കൂടി കാണാം. അതുപോലെ ഫെയിലായ കുട്ടികളുടെ ലിസ്റ്റ്, അവരുടെ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കിൻ്റെ കുറവാണ് അവർക്ക് പാസ്സാവാൻ ഉണ്ടായിരുന്നത്, ആ ഒരു മാർക്ക് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ കാണാം. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ഫെയിലായ കുട്ടികളുടെ ലിസ്റ്റ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് കാണാം. ഇനി മാർക്ക് ഷീറ്റ് എന്ന ഷീറ്റ് എടുത്ത് നോക്കാം. ഇതിൽ നമുക്ക് ക്ലാസ് സെലക്ട് ചെയ്യാം. ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ് സെലക്ട് ചെയ്യാം. ഞാൻ X2 എന്ന ക്ലാസ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓരോ കുട്ടികളുടെ അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെ TE, CE, ടോട്ടല്, ഗ്രേഡ് ഇതെല്ലാം കാണാം. ടോട്ടൽ മാർക്ക്, പെർസെൻറ്റേജ് ഇതെല്ലാം കാണാം. അതിൽ തന്നെ ഫെയിലായ സബ്ജക്റ്റുകൾ റെഡ് കളറിലും A+ കിട്ടിയ സബ്ജക്റ്റുകൾ ഗ്രീൻ കളറിലും ഹൈലൈറ്റ് ചെയ്ത് കാണാം. അതുപോലെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ പേര് ഗ്രീൻ കളറിലും ഫെയിലായ കുട്ടികളുടെ പേര് റെഡ് കളറിലും ഹൈലൈറ്റ് ചെയ്ത് കാണാം. ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസ് ഇതിൽ താഴെ കാണുന്ന ഷീറ്റുകൾ ഹിഡനായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്രോൾ ചെയ്യാം. റൈറ്റ് സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ സബ്ജക്റ്റ് വൈസ് അനാലിസിസ്, അതിൽ ഓരോ സബ്ജക്റ്റിനും പാസ്സായ കുട്ടികളുടെ എണ്ണം, ഫെയിലായ കുട്ടികളുടെ എണ്ണം, ആ സബ്ജക്റ്റിൻ്റെ പാസ് പെർസെൻറ്റേജ്, ഓരോ ഗ്രേഡും കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്നിവ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് തന്നെ ക്ലാസ് വൈസ് കാണാൻ വേണ്ടിയിട്ട് അടുത്ത ഷീറ്റ് എടുക്കാം. ക്ലാസ് വൈസ് നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇനി നമുക്ക് ഈ ക്ലാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്ന ഷീറ്റ് ഉണ്ട്. അതിൽ പോവാം.
ഇനി ക്ലാസ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 4 കോമ്പിനേഷനാണുള്ളത്. അതിൻ്റെ കോഴ്സ് കോഡുകൾ ഇവിടെ ഈ കോളത്തിൽ വന്നിട്ടുണ്ട്. ഇനി സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എല്ലാം ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ക്ലാസ് അതിൽ ഡിഫോൾട്ടായിട്ട് S2, H2, C2 അങ്ങനെ വരും. അപ്പോൾ കൊമേഴ്സിൽ 2 കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റിലെ കോഴ്സ് കൂടി ചേർന്നിട്ട് വന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ പേര് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. അതിന് ഈ കോളത്തിൽ എൻ്റർ ചെയ്യാണ് വേണ്ടത്. ഞാൻ C2 38 എന്നുള്ളത് ഞാൻ C2A എന്നാക്കുകയാണ്. ഇപ്പോൾ ഈ ഷീറ്റിൽ എല്ലായിടത്തും ആ ഒരു കോമ്പിനേഷൻ C2A എന്ന് വന്നിട്ടുണ്ടാവും. അതുപോലെ ഇത് ഞാൻ C2B എന്നാക്കുകയാണ്. H2 ഇനി ഞാൻ മാറ്റുന്നില്ല. S2 എനിക്ക് ഇവിടെ S2ൻ്റെ കൂടെ S2നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് S2A എന്നും S2B എന്നും ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിവിഷൻ എന്നുള്ളിടത്ത് ഇവിടെ ഓരോ കുട്ടിയുടെയും എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ S2Aക്ക് A എന്ന് മാത്രം ആഡ് ചെയ്താൽ ഈ ക്ലാസ്സിൻ്റെ S2 എന്നതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഡിവിഷനും കൂടി ആഡായി വരും. അങ്ങനെ മുഴുവൻ എൻറ്റർ ചെയ്താൽ ഓരോ കുട്ടികളുടെയും നമുക്ക് ക്ലാസ് വൈസ് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ അതെല്ലാം എൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷീറ്റ് എടുത്ത് നോക്കുമ്പോഴും ഇപ്പോൾ ഇതിൽ ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സിൻ്റെയും റിസൾട്ട് വേറെ വേറെ വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ഷീറ്റിലും ആ ക്ലാസ്സിൻ്റെ പേര് മാറിയിട്ടുണ്ടാവും. ഇതിലെല്ലാം ആ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തതുപോലെ വന്നിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഷീറ്റുകൾ PDF ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ പ്രിൻ്റർ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ഡെസ്റ്റിനേഷൻ എന്ന ഭാഗത്ത് നമ്മൾ സേവ് ആസ് PDF സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് PDF ആയിട്ട് ഈ ഷീറ്റുകൾ സേവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എറേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്ലാസ് ആൻഡ് ഡിവിഷനിൽ ഏതെങ്കിലും കോഴ്സ് കോഡുകൾ കൃത്യമായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നന്ദി.